ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് വെറൈറ്റി ആണ് കേട്ടോ. അതായത് നമ്മൾ കേരളത്തിലെ ഉത്സവമെല്ലാം വിട്ടിട്ട് തമിഴ്നാട്ടിലത്തെ ഒരു ഉത്സവമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കുത്തിക്കുന്നത്. കൂട്ടുകാരെ, ഇത് തമിഴ്നാട്ടിൽ നടക്കുന്ന ഒരു മാരിയമ്മൻ പൂജയും അഗ്നികുണ്ഡം ഇറങ്ങലും ആണ്. അതൊരു വലിയൊരു ഉത്സവമായിട്ടാണ് അവരെ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഞാൻ രാവിലെ ഒരു 9 മണിയാകുമ്പോൾ ക്യാമറ നോക്കി ഇറങ്ങിയിട്ടോ കാഴ്ചകൾ കാണാൻ. പിന്നെ അത് നിങ്ങളെ കാണിക്കുകയും ചെയ്യാലോ. ചെറിയൊരു രഥമാണ് കേട്ടോ, വൈകുന്നേരം ഇവർ ഇങ്ങനെ ഒരു ഘോഷയാത്രയിൽ വെക്കുന്നത്. പിന്നെ ഇങ്ങനെ കാഴ്ചകൾ കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ പിള്ളേരൊക്കെ കണ്ടോ, ഫുള്ള് വൈബാണ്. പക്ഷേ തമ്പോലിക്കൊക്കെ ഒരു വ്യത്യാസമുണ്ട്, അടിക്കൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ഇതുണ്ടോ, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ മേത്ത് കൂടെ വെള്ളം ഒഴിക്കുകയാണ് ഇവർ മെയിൻ പരിപാടി. മേത്ത് കൂടെ വെള്ളം ഒഴിക്കുക, ചാടുക. പിന്നെ ഈ കൊണ്ടുവരുന്നത് പാൽക്കുടം എന്നാണ് അവർ പറഞ്ഞത്. കവിളത്ത് വേലൊക്കെ കുത്തിയിട്ടേ അതൊരു പ്രത്യേക കാഴ്ചയാണ്. വേലത്ത് ഇതുണ്ടോ 15 അടി ഉണ്ടാവും വെയിലിന്. ഡാൻസ് കളിക്കുന്നുണ്ടോ ഇതിനനുസരിച്ചുള്ള സ്റ്റെപ്പിൽ. ഇതിങ്ങനെ യൂട്യൂബിൽ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ തകിലിൻ്റെ ടീം നമുക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് കൊട്ടിത്തന്നതാണ്. അവരുടെ ഒരു 5-8 ആൾക്കാരുണ്ടായിരുന്നു. അത് നമുക്ക് വേണ്ടിയിട്ട് അവർ രീതിയിൽ കൊട്ടി കാണിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് അവർക്ക് പ്രത്യേക ഒരു നന്ദിയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അടുത്തേക്ക് ഇറങ്ങി, അടുത്ത ഇത് കാണാൻ ഇറങ്ങി. അപ്പോൾ ഈ കുംഭം എടുത്തിട്ട് ഘോഷയാത്രയാണ്. ഇത് ഇവിടുത്തെ രീതിയിൽ കുംഭം എന്നാണ് പറയുക. നല്ലൊരു ദേവിയാണ്. നല്ല ഭക്തിയുള്ള ഒരു ഇത്, നമ്മൾ എന്ത് നേർന്നാലും സാധിച്ചു കിട്ടും. പിന്നെ എന്താ പറയുക, 10-30 കൊല്ലമായിട്ട് നടക്കണതാണ്. പിന്നെന്താ പറയേണ്ടത്, ഞങ്ങളിവിടെ തന്നെ ഒരു 50 കൊല്ലമായി. ആദ്യം ഒരു 10-20 കൊല്ലം മുന്നേ ഉണ്ടായിരുന്ന ഉത്സവത്തിനും ഇപ്പൊക്കെ നല്ലോണം ഭയങ്കര വലുതായി. അതുമല്ലാതെ നാട്ടിലുള്ള മക്കളൊക്കെ ഇവിടെ വരാൻ തുടങ്ങി. നിറയെ ആൾക്കാർ, കുറച്ചൊന്നുമല്ല, എവിടുന്നൊക്കെ വരുന്നുണ്ട്. മലയാളിയായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഉത്സവത്തിനും ഇവിടുത്തെ ഇപ്പോൾ ഈ പുത്തുക്കൻ മാരിയമ്മൻ കോയിലിൽ നടക്കുന്ന മാരിയമ്മൻ പൂജയ്ക്കും തമ്മിൽ എന്താണ് നിങ്ങൾ പ്രത്യേകമായിട്ട് എന്താ പറയാനുള്ളത്? നാട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ ഞാൻ ജാസ്തി പോയിട്ടില്ല. ഈ ഒക്കെ ടി വിയിൽ കണ്ടത് തന്നെയുള്ളത്. ഇവിടെ നടക്കുന്നത് നല്ല വലിയൊരു ഇതാണ്. 15 നാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 നാളും നല്ല വിശേഷമാണ്. கோயிலை பற்றி சொல்லணும்னா அது இன்னும் பெருசு, நிறைய போகும். நல்ல சக்தி வாய்ந்த அம்மன். ஃபஸ்ட்டு வந்து அது சுயம்புவாக தோன்ற அம்மன். அந்த சுயம்புவாக தோன்றப்போ பல எதிர்ப்புகள் இருந்துச்சு. அந்த எதிர்ப்பை மீறி அந்த அம்மனை வந்து அங்கே வழிபட்டாங்க. அதுக்குண்டான சக்தியை வழிபட்டவங்க, சுவாமி இல்லைன்னு சொன்னவங்க கூட வந்து அந்த சுவாமியை வந்து அந்த அம்மனை வந்து வழிபட்டு போயிட்டுருக்குறாங்க. இந்த சுவாமியோட சக்தி அந்த அளவுக்கு பெருசு. இதே பாப்பனக்கன் பாளையத்தில் திங்களூர் அம்மன், புற்றுக்கன் மாரியம்மன், பழையூர் மாரியம்மன், அந்த மாதிரி பிளாக் மாரியம்மன் எல்லாமே வந்து பார்த்திங்க அப்படின்னா ரொம்ப பழமை வாய்ந்த ஆலயம், நல்ல பவர்ஃபுல்லான ஆலயம். யாராக இருந்தாலும் இங்கே வந்து சுவாமியை வந்து வேண்டிட்டு போகலாம். அது உண்மையிலுமே நடக்கும். குண்டம் திருவிழா வந்து பெரிய விழாவாக எடுத்து பண்ணுவாங்க. ശിവായനം. ഒരുപാട് കമ്പനികളുണ്ട് കേട്ടോ. കമ്പനികളുടെ ഭാഗമാണ് ഈ അന്നദാനം. ഒരു വണ്ടിയിൽ കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ. വാ, അത് കഴിഞ്ഞപ്പോൾ ഐശ്വരത്തി കണ്ടു കേട്ടോ. അവരങ്ങനെ അടിപൊളിയായിട്ട് അങ്ങനെ ചീവി ഇടുന്നുണ്ടേ. ഞാനത് കണ്ടുകൊണ്ടിരുന്നു. എന്നിട്ട് ഇതാ എടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ നിറയ്ക്കണോ, ഒരുത്തന്നെ നിറച്ച ഗ്ലാസ്സിൽ വെച്ചിട്ട് കളർ ഒഴിക്കണോ അതിലുള്ളത്. പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഗുണം പോരാന്നൊരു സംശയം. ഇവിടെ അഗ്നികുണ്ഡത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ. അവിടെ അതാ തീ ഇങ്ങനെ കനലിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. കത്താത്ത കുറേ കഷ്ണങ്ങളുണ്ട്, മാറ്റിക്കൊണ്ടിരിക്കും. കാണികളുണ്ട് ഇഷ്ടംപോലെ. വീടിൻ്റെ ടെറസിൻ്റെ മുകളിലും ഒക്കെ ഇങ്ങനെ അടിച്ചു കൂടിയിട്ട് 4 പുറം. അമ്പല കൊട്ടുന്നത് പല ടീമുകളായിട്ടാണ്. പല ടീമുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ സ്പോൺസറാണ് കേട്ടോ. അമ്പലത്തേക്ക് വേണ്ടി സ്പോൺസർ ചെയ്യാണ്. നമ്മുടെ അവിടുത്തെ പോലെ പടിഞ്ഞാറൻ ദേശം, വടക്കുമുറി ദേശം, തെക്കുമുറി ദേശം അങ്ങനെയൊന്നുമില്ല. ഇതാണ് അമ്പലത്തിൻ്റെ വക അന്നദാനം. ഇത് തൈര് ചോറ്, അച്ചാറ്, ഒരു മുളക്. ചൂടിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കാമല്ലോ, 1.5 ചൂടാണ്. എൻ്റെ ഫോണൊക്കെ ഓവർ ഹീറ്റായിട്ടേ തന്നെ ഓഫായി. ഇതിൻ്റെ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ഒരു ചേച്ചി ഉരുളക്കിഴങ്ങിനിങ്ങനെ നീളത്തിനിങ്ങനെ
എണ്ണയിൽ മുരിച്ചെടുത്തിട്ട് അതിൽ കുറേ മൊയനൈസും വേറെ എന്തൊക്കെ കളറൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതൊന്ന് കണ്ടു. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കുംഭം ഇങ്ങനെ ആനയിച്ച് വരുന്നത്. ഇതിപ്പോൾ ഏകദേശം അവർ അമ്പലത്തിൻ്റെ അടുത്തെത്താറായി. ഇപ്പോൾ ഇവർ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അധികം കത്തിത്തീരാത്ത കട്ടകളില്ലേ അതിനൊക്കെ എടുത്ത് അപ്പുറത്തേക്ക് ഇടുക, എന്നിട്ട് അതിൽ കൂടെ വെള്ളം ഒഴിക്കുക. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇരുമ്പിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ അമർത്തുക. അതായത് കനൽ നല്ല ഇങ്ങനെ അമർന്നിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ചവിട്ടുമ്പോൾ പൂന്തി പോവില്ലേ, ഇങ്ങനെ അമർത്തണം. ഇത് ഏകദേശം ഒരു 3 അടിയോളം താഴ്ചയുണ്ട്, 3-3.5 അടിയോളം താഴ്ചയുണ്ട് ഉള്ളിലേക്ക്. ഇതാണ് അമ്പലം കേട്ടോ. അമ്പലത്തിന് പുറത്തുള്ളൊരു വ്യൂ ആണിത്. അത്രയ്ക്ക് നമ്മുടെ നാട്ടിലുള്ള ഒരു ഉത്സവത്തിൻ്റെ അത്ര ഇതൊന്നുമില്ല, എങ്കിലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂലയ്ക്ക് അമ്പലമാണ്. ഇവിടെ എന്താ ലാസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കനലിൻ്റെ മുകളിൽ കൂടെ വൈക്കോല് ഇട്ടിരിക്കുക. വൈക്കോൽ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ലെവലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് കുംഭം തിരിച്ചിട്ട് ഇവിടെ കുണ്ടത്തിന് അടുത്തെത്തി. എന്നിട്ട് ആദ്യം പൂജാരി വന്നിട്ട് പൂജാരിയാണ് ആദ്യം ഇറങ്ങുക. അതിന് ശേഷം കുംഭങ്ങൾ ഓരോന്നായിട്ട് ഇറങ്ങും. പൂജാരി വന്നു കേട്ടോ, ഒരു വാള് പിടിച്ചിട്ട് കണ്ടോ, പൂജാരിയാണത്. ആളിങ്ങനെ അവിടെ പോയിട്ട് തിരിച്ചിതിന് മുകളിൽ കൂടെ നടന്നു വരും. അടുത്തതൊന്ന് വീശി കൊടുക്കണം, അതിലൊന്നും കൂടി ആവിയിട്ട് പറക്കണം. എന്താ പൂജാരി കയറി നിന്നോ, പൂജാരി ഇറങ്ങാൻ പോവുകയാണ്. എന്തൊക്കെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്തോ ഒരു തേങ്ങ എന്താണ് ആദ്യം ഒന്ന് തൊഴുതിട്ട് ആ തേങ്ങ ഒന്ന് ഉരുട്ടും. എന്നിട്ട് വേണം പൂജാരി ഇറങ്ങാൻ. ആദ്യം പൂജകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. തേങ്ങ ഉരുട്ടി അടുത്തത് പൂജാരി ഇറങ്ങി ഓട് തന്നെ, നല്ല ചൂടുണ്ടാവില്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ പാൽക്കുടം എടുത്ത് വന്നിട്ടുള്ളവരിങ്ങനെ ഓരോരുത്തരും ചെറിയ കുട്ടി മക്കളൊക്കെ ഉണ്ടേ, അതൊക്കെയാണ് ഇവരിങ്ങനെ വന്നിട്ട് അതിന് മുകളിൽ കൂടെ അങ്ങനെ ഓടിപ്പോവും. ഇതൊരു സന്യാസിയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഓരോരുത്തരായിട്ട് അങ്ങനെ ഇറങ്ങും. ഞാൻ കുറച്ച് നേരമൊക്കെ നിന്ന് കണ്ടുകൊണ്ടുണ്ട്. ചൂട് ഒടുക്കത്തെ ചൂടാണേ. ഇത് ഏകദേശം ഒരു ഉച്ചയ്ക്ക് ഒരു 2-2:30 മണിയാണ് സമയം. വൈകുന്നേരം ഉപ്പ് കൊണ്ടാണ് ഇവിടെ പൂജ. അത് വിൽക്കുന്ന സ്ത്രീയാണത്. അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ വൈകുന്നേരം കാണുന്ന ഒരുപാട് കടകളൊക്കെ കൂടിയിരുന്നു. കുട്ടികളുടെ സിലമ്പാട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണത്. അതിൻ്റെ പ്രോഗ്രാം സെറ്റ് ചെയ്തത്. ഇതാണ് അമ്പലം കേട്ടോ. ഒക്കെ തൊഴുകാനുള്ള തിരക്കാണ്. നമുക്ക് ഇങ്ങനെ ലൈനിലാണ്. ഇത് ഓരോ വഴിപാടാണ് കണ്ടോ, 4 രൂപ പറയില്ലേ. കുട്ടികളൊക്കെ ഇപ്പോഴും നല്ല ഫോമിലാണ്. എല്ലാം ലൈനായിട്ട് ഇങ്ങനെ വരികയാണ് തൊഴുകാൻ വേണ്ടിയിട്ട്. അങ്ങ് ലാസ്റ്റ് വരുന്നുണ്ട്. ഒരു പ്രത്യേക തരത്തിലാണ് കേട്ടോ ഇവർ പൂജയ്ക്ക് തട്ട് കൊണ്ടുപോകുന്നത്. നമ്മളിങ്ങനെയൊന്നുമല്ല. പച്ചമാവ് എന്നാണ് പറഞ്ഞത്. പച്ചമാവിൽ എണ്ണ ഒഴിച്ച് തിരി കൊളുത്തിയിട്ട് പിന്നെ പൂവും പഴമൊക്കെ പോടെ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ അതിനുള്ള തിരക്കാണ്. ഞമ്മക്ക് മാങ്ങ വെക്കണ ഒരു അണ്ണയെ കണ്ടു. വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്നെ വീഡിയോ എടുത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ വെറുതെ നിൽക്കുന്നതായി. അത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഇപ്പുറത്ത് വന്നപ്പോൾ അതേപോലത്തെ ഉച്ചയ്ക്ക് കണ്ട പോലെ തന്നെ ഉരുളക്കിഴങ്ങ് നീളത്തിൽ അരിഞ്ഞിട്ട് അതിനെ എണ്ണയിലിട്ടിട്ട് പൊരിച്ചിട്ട് അതിൽ മയനൈസ് മുക്കി കൊടുക്കുന്നൊരു 2 പയ്യന്മാരെ കണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ മറ്റേ ചോളം സ്വീറ്റ് കോണും ഉണ്ടായിരുന്നു. അതിങ്ങനെ അടിയിൽ ഇത് വെച്ചിട്ട് സ്റ്റവ് വെച്ചിട്ട് അങ്ങനെ പറപ്പിക്കുന്നു. അത് കഴിഞ്ഞ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു കാളാങ്കട ഒക്കെ അങ്ങനെ. ഇത് ആൾക്കാർ തൊഴുകാൻ വരുന്നുണ്ടോ ഇല്ല അതല്ല, തിന്നാനാണ് വരുന്നത്. ഈ സാധനത്തിൻ്റെ പേര് ഒപ്പിട്ട് എന്നാണ് ഇവിടെ പറയുക. ഒപ്പിട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൈദ അരിപ്പൊടിയും കൂടി ഇങ്ങനെ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് മധുരം വെച്ചിട്ട് പരത്തി ലൈവായിട്ട് കൊടുക്കും. തമിഴ്നാട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങളിലായി സൗരാഷ്ട്രയിലത്തെ കുറച്ച് ആൾക്കാരുണ്ട്. അവിടുത്തെ ആൾക്കാരുടെ ഫുഡാണത്. ഇതിപ്പോൾ സ്ട്രീറ്റ് ഫുഡായിട്ട് ചെറിയൊരു വണ്ടി തള്ളിയിട്ട് വന്നിട്ട് അതിൽ ഉണ്ടാക്കിയിട്ട് ലൈവാക്കി കൊടുക്കുന്നു. ഈ ചേട്ടൻ്റെ അടുത്ത് പിന്നെ ഞാൻ ചോദിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. ചേട്ടാ അങ്ങനെ ഒരു വീഡിയോ ഉണ്ട്, വീഡിയോ എടുക്കട്ടെ വെച്ചു. അപ്പോൾ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ലൈവായിട്ട് എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഇപ്പുറത്തേക്ക് വന്നപ്പോൾ നമ്മൾ ഈ കുപ്പിവെള്ളമില്ലേ, കുപ്പിവെള്ളം നമ്മുടെ നാട്ടിലൊക്കെ ആരപ്പോൾ കുപ്പിവെള്ളം ഇടുക? നമ്മുടെ ഇടും.
ഇത് വൈകുന്നേരത്തെ ഘോഷയാത്രയാണ്. സ്ത്രീകളും കുട്ടികളൊക്കെ ഇങ്ങനെ ഓരോരോ വേഷങ്ങൾ കെട്ടിയിട്ട് ശിവനും പാർവതിയും അസുരനും അങ്ങനെ ഓരോ വേഷങ്ങൾ കെട്ടിയിട്ട് വരുന്നു. കൂടെ ഒരു കുംഭം ഉണ്ടാവും. ഈ കളിക്കുന്ന വ്യക്തിയില്ലേ, ഈ കളിക്കുന്ന വ്യക്തി കാലിൽ ആണിയുടെ ചെരുപ്പാണ് ഇട്ടിരിക്കുന്നത്. തുള്ളലോ തുള്ളൽ, കുട്ടികളൊക്കെ ഒരുപോലെ തുള്ളൽ, ഒരേ തന്നെ വൈബ്. പലതരത്തിലുള്ള മുമ്പിൽ വേഷങ്ങൾക്ക് മുമ്പിൽ. പണ്ടത്തെ കാലത്തല്ലേ ആൾക്കാർക്ക് മടിയുണ്ടായിരുന്നു പെണ്ണുങ്ങൾക്ക് ചാടി കളിക്കാൻ. ഇന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേപോലെ ഡ്രസ്സിങ്ങും ഒരേപോലെ ഡാൻസും ഒക്കെ ഒരേപോലെ തന്നെ. നമ്മൾ രാവിലെ ഒരു ചെറിയൊരു രഥത്തിനെ പെയിൻ്റ് അടിക്കുന്നത് കണ്ടായിരുന്നു. അതിനെ അലങ്കരിച്ചിട്ടുള്ള ഘോഷയാത്രയാണത്. അതിൽ വിഗ്രഹം വെച്ചിട്ട് ഇങ്ങനെ ചെറിയ രഥം പോലെ ഇങ്ങനെ കെട്ടിവലിക്കുന്ന പോലെ. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്